ഹായ് ഫ്രണ്ട്സ്, റാങ്ക്ലിഷ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത കേരള PSC നടത്തിയ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ 1 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള 71 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ മലയാളവും ഇംഗ്ലീഷുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോവാം. One must do dash work. One must do dash work. Options: his, their, once, her. His, their, once, her. ഉത്തരം ഓപ്ഷൻ സി ആണ്. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. ഇവിടെ വൺ ആയതുകൊണ്ടാണ് നമ്മൾ വൺസ് തന്നെ വർക്കിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും അക്വൈൻറ്റൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് അക്വൈൻറ്റൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 74th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. Rising air temperatures dash the physical nature of our oceans. Rising air temperatures dash the physical nature of our oceans. Options: transform, induce, affect, modify. Transform, induce, affect, modify. Answer option C ആണ്. Rising air temperatures affect the physical nature of our oceans. അഫക്റ്റ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റായിട്ട് ആ ഡാഷ് ഫില്ല് ചെയ്യുന്നത്. അപ്പം റൈസിങ് എയർ ടെമ്പറേച്ചേഴ്സ് അഫക്റ്റ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷൻസ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ്. ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ്. ഓപ്ഷൻസ്: റെസ്പെക്റ്റ്, ഡീഫെയിം, അബ്യൂസ്, അക്യൂസ്. റെസ്പെക്റ്റ്, ഡീഫെയിം, അബ്യൂസ്, അക്യൂസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇപ്പം വെനറേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം, അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് റെസ്പെക്റ്റ്. സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അർത്ഥം വരുന്നതാണ് എന്നാണ് അർത്ഥം. അപ്പം വെനറേറ്റിൻ്റെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നുള്ള ഒരു സിനോണിം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ ആൻറ്റണിം ഫോർ ഇമാസിയേഷൻ. ഐഡൻറ്റിഫൈ ദ ആൻറ്റണിം ഫോർ ഇമാസിയേഷൻ ആണ്. ആൻറ്റണിം ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് തന്നിരിക്കുന്ന വാക്കിൻ്റെ വിപരീത പദം. ഓപ്ഷൻസ്: ഇൻവിഗറേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഇനണ്ടേഷൻ, ഡിപ്രഷൻ. ഇൻവിഗറേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഇനണ്ടേഷൻ, ഡിപ്രഷൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പം ഇമാൻസിയേഷൻ്റെ ആൻറ്റണിം ആണ് ഇൻവിഗറേഷൻ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. blurred, confused. Identify the pair of related words blurred, confused. ഇപ്പോൾ തന്നിരിക്കുന്ന 2 വേർഡ്സുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും അതേ അർത്ഥം വരുന്ന അതേ റിലേഷൻ വരുന്ന വേർഡ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: സ്കാം, ക്ലാരിറ്റി, അബേറ്റ്മെൻറ്റ്, സിഗ്നിഫിക്കൻറ്റ്, ഡേഞ്ചറസ്, അഡ്വക്കേറ്റ്, മഡിൽഡ്, അൺക്ലിയർ. സ്കാം, ക്ലാരിറ്റി, അബേറ്റ്മെൻറ്റ്, സിഗ്നിഫിക്കൻറ്റ്, ഡേഞ്ചറസ്, അഡ്വക്കേറ്റ്, മഡിൽഡ്, അൺക്ലിയർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബ്ലേർഡ്, കൺഫ്യൂസ്ഡ് ആണ്. അതായത് ബ്ലേർഡിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നതാണ് കൺഫ്യൂസ്ഡ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും മഡിൽഡ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം സെയിം റിലേഷൻ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, a large dark grey cloud that brings rain or snow is called. A large dark grey cloud that brings rain or snow is called. Options: blizzard, nimbus, fog, hail. Blizzard, nimbus, fog, hail. Answer is option B ആണ്. nimbus ആണ് ഉത്തരം. അതായത് a large dark grey cloud that brings rain or snow, അതിനെയാണ് nimbus എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, the idiom to have an axe to grind means. The idiom to have an axe to grind means. Options: pinpoint the faults of others, to take revenge, to make unreasonable demands, to have a selfish interest to serve. Options ഒന്നുകൂടി വായിക്കാം.
pinpoint the faults of others, to take revenge, to make unreasonable demands, to have a selfish interest to serve. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് ആണ് ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് അതാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഐ ഡാഷ് ബ്രാക്കറ്റിൽ ഗോ ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഓപ്ഷൻസ് വിൽ ഗോ, ആം ഗോയിങ്, going, have gone. Will go, am going, going, have gone. Answer option B ആണ്. സോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പം ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐ ആം ഗോയിങ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. സോ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. അടുത്ത ചോദ്യം, this brand of furniture is dash any other brand of furniture in the market. This brand of furniture is dash any other brand of furniture in the market. Options costly than, the costliest, costlier than, most costly than. Options ഒന്ന് വായിക്കാം. costly than, the costliest, costlier than, most costly than. ഉത്തരം ഓപ്ഷൻ സി ആണ്. സോ ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദി മാർക്കറ്റ് ആണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. നമുക്ക് 83 ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. Despite being the dash partner in the relationship, the franchisor does not always have all the dash. Despite being the dash partner in the relationship, the franchisor does not always have all the dash. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിക്കാം. സിൻസിയർ ലിമിറ്റേഷൻ, വൾണറബിൾ പവേഴ്സ്, അതോറിറ്റേറ്റീവ് ലീഗാലിറ്റീസ്, ഡോമിനൻറ്റ് അഡ്വാൻറ്റേജസ്. സിൻസിയർ ലിമിറ്റേഷൻ, vulnerable powers, authoritative legalities, dominant advantages. ഓപ്ഷൻ ഉത്തരം കറക്റ്റ് ഡി ആണ്. ഡോമിനൻറ്റ് അഡ്വാൻറ്റേജസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ നമ്മളത് സെൻറ്റൻസിലോട്ട് ഇടുമ്പോൾ ഡെസ്പൈറ്റ് ബീയിങ് ദി ഡോമിനൻറ്റ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദി അഡ്വാൻറ്റേജസ്. അതാണ് കറക്റ്റ് ആയിട്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, we are happy that our chief minister with the members of his cabinet dash to be present at the function. We are happy that our chief minister with the members of his cabinet dash to be present at the function. Correct option. Options വായിക്കാം. is, are, will, had. is, are, will, had. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. So we are happy that our chief minister with the members of his cabinet is to be present at the function. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. അടുത്ത ചോദ്യം, no sooner had she entered the room dash and everybody began to make sound. No sooner had she entered the room dash and everybody began to make sound. Options when the lights went out, then the lights went out, and the lights went out, then the lights went out. അപ്പം കറക്റ്റ് ഓപ്ഷൻ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. then the lights went out ആണ്. no sooner had she entered the room than the lights went out and everybody began to make sound. അപ്പം നോ സൂണറിൻ്റെ കൂടെ നമ്മൾ ദാൻ ആണ് യൂസ് ചെയ്യുന്നത്. നോ സൂണർ വന്നതുകൊണ്ടാണ് ദാൻ നമ്മൾ തിരഞ്ഞെടുത്തത്. സോ നോ സൂണറിൻ്റെ കൂടെ എപ്പോഴും ദാൻ ആണ് വരുന്നത്. നോ സൂണർ ഹാഡ് ഷീ എൻറ്റേർഡ് ദ റൂം ദാൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട് ആൻഡ് എവരിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട്. അടുത്ത ചോദ്യം, we met her immediately after the session in which she dashed a nice speech. We met her immediately after the session in which she dashed a nice speech. Options has been giving, had given, would be given, will have given. Has been giving, had given, would be given, will have given.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാഡ് ഗിവൻ ആണ്. We met her immediately after the session in which she had given a nice speech. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ഉത്തരം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ക്ലൂ ക്വസ്റ്റ്യനിൽ തന്നെ കാണും. സോ ഇവിടുത്തെ ക്ലൂ എന്ന് പറയുന്നത് വി മെറ്റ് ഹർ ആണ്. മെറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. സോ നമുക്ക് ഓപ്ഷനിൽ വരുന്ന ആൻസറും പാസ്റ്റിൽ തന്നെ ആയിരിക്കും. സോ വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. ഹാഡ് പാസ്റ്റ് ഫോം ആണ്, അതുകൊണ്ടാണ് അതിവിടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, The guests admired my paintings but they dash my writings. The guests admired my paintings but they dash my writings. Options: seemed disliking, seemed to have disliking, seemed to have disliked, seemed to be disliked. Options ഒന്നുകൂടെ വായിക്കാം. Seemed disliking, seemed to have disliking, seemed to have disliked, seemed to be disliked. Option സി ആണ് കറക്റ്റ് ആൻസർ. സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ് ആണ്. ദ ഗസ്റ്റ് അഡ്മയേർഡ് മൈ പെയിൻറ്റിങ്സ് ബട്ട് ദേ സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ് മൈ റൈറ്റിങ്സ്. ഗസ്റ്റ് അഡ്മയർ ചെയ്തു, എൻ്റെ പെയിൻറ്റിങ്സിനെ അഡ്മയർ ചെയ്തു, പക്ഷേ അവർ എൻ്റെ റൈറ്റിങ്സിനെ ഡിസ്ലൈക്ക് ചെയ്ത് ആയിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് മലയാളം ഫോം എന്ന് പറയുന്നത്. സോ വരുന്ന ഫുൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിൻറ്റിങ്സ് ബട്ട് ദേ സീം ടു ഹാവ് ഡിസ്ലൈക്ഡ് മൈ റൈറ്റിങ്സ്. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. നമുക്ക് 89th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓർണിത്തോളജി മീൻസ്, ഓർണിത്തോളജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? Study of birds, study of animals, study of metals, study of Orion. Study of birds, study of animals, study of metals, study of Orion. ഉത്തരം ഓപ്ഷൻ എ ആണ്. സോ സ്റ്റഡി ഓഫ് ബേർഡ്സിനെയാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ distasteful from the following. Select the alternative word for distasteful from the following. Options: not delicious, unpleasant, tasteless, useless. Not delicious, unpleasant, tasteless, useless. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അൺപ്ലസൻ്റ് ആണ് തന്നിരിക്കുന്ന ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറയുന്ന വേർഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഡ് എന്ന് പറയുന്നത്. അതായത് സെയിം അർത്ഥം വരുന്ന മറ്റൊരു വേർഡാണ്. ഡിസ്റ്റേസ്റ്റ്ഫുളിൻ്റെ സെയിം അർത്ഥം വരുന്ന മറ്റൊരു വേർഡാണ് അൺപ്ലസൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആരോഗ്യ ശരീരം, അരോഗ ശരീരം, ആരോഗ്യ ശരീരം, അരോഗ ശരീരം. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആരോഗ്യ ശരീരം, അരോഗ ശരീരം, ആരോഗ്യ ശരീരം, അരോഗ ശരീരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അരോഗ ശരീരമാണ് ശരി. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം. രോഗമില്ലാത്ത ശരീരം. അടുത്ത ചോദ്യം, പോട്ടെ അധികം അവൻ ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? പോട്ടെ അധികം അവൻ, അതിനെ ചേർത്തെഴുതിയാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. വായിക്കാം. പോട്ടവൻ, പോട്ടെ അവൻ. ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ് തന്നിട്ട്, 2 വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കാനാണ്. പോട്ടെ അധികം അവൻ, പോട്ടവൻ, പോട്ടെ അവൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. പോട്ടവനെന്നും പറയാം, പോട്ടെ അവനെന്ന് പറഞ്ഞാലും ശരിയാണ്. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. കാട്ടിനേൻ. കാട്ടിനേൻ എന്ന് പറഞ്ഞ വാക്കിനെ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: കാട്ടി അധികം ഏൻ, കാട്ടി അധികം ഏൻ, കാട്ടി അധികം നേൻ, കാട്ടിന് അധികം ഏൻ. കാട്ടി അധികം ഏൻ, കാട്ടി അധികം ഏൻ, കാട്ടി അധികം നേൻ, കാട്ടിന് അധികം ഏൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. സോ കാട്ടിനേൻ എന്ന് പറയുന്ന വാക്കിനെ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാട്ടി അധികം ഏനാണ്. അടുത്ത ചോദ്യം, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് വായിക്കാം. ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടുകൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹോദ്ധാര ഭാവത്തോടുകൂടി വർത്തിക്കണം.
ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദാരോഭാവത്തോടുകൂടി വർത്തിക്കണം. ഒന്നുകൂടി വായിക്കാം. ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടുകൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹോദ്ധാര ഭാവത്തോടുകൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദാരോഭാവത്തോടുകൂടി വർത്തിക്കണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹാദരഭാവത്തോടുകൂടി വർത്തിക്കണമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ഓപ്ഷൻസ്: നമ്മുടെ ഭാഗത്തു നിന്നും എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്നും പ്രവൃത്തിയെടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല. നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അപ്പം കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അപ്പം നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാള വിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അടുത്ത ചോദ്യം. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ഓപ്ഷൻസ്: മധുഭ്രം, മധുപം, മധ്വകം, മധൂലി. മധുഭ്രം, മധുപം, മധ്വകം, മധൂലി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മധൂലിയാണ് തേൻ എന്നർത്ഥം വരുന്ന പദം. സോ തേൻ എന്നർത്ഥം വരുന്ന പദം തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും മധൂലിയാണ്. അടുത്ത ചോദ്യം. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോവാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? ഓപ്ഷൻസ്: കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ടിറക്കാനും മേല. അമ്മയോടുകൂടി മരിക്കുകയും വേണം, അച്ഛനോടുകൂടി ഇരിക്കുകയും വേണം. പാല് കൊടുത്ത കൈന് തന്നെ കൊത്തുക. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏത്? കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. അമ്മയോടുകൂടി മരിക്കുകയും വേണം, അച്ഛനോടുകൂടി ഇരിക്കുകയും വേണം. പാല് കൊടുത്ത കൈന് തന്നെ കൊത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സോ കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് കറക്റ്റായിട്ട് ഉപയോഗിക്കാവുന്ന സമാന സന്ദർഭത്തിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 99ാമത്തെ ചോദ്യം. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻസ്: പീതാംബരൻ, പീതാംബരൻ, ശ്വേതാംബരൻ, ഹരിതാംബരൻ. പീതാംബരൻ, പീതാംബരൻ, ശ്വേതാംബരൻ, ഹരിതാംബരൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പീതാംബരനാണ് മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം. അടുത്ത ചോദ്യം. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം: ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. നമ്മൾ ഇംഗ്ലീഷും മലയാളമായിട്ട് ബാക്കിയുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതെല്ലാവരും കേട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.